എനിക്കറിയാം. എങ്ങനെ? ഞാനിവിടുത്തെ ഏജന്റാ പത്രത്തിന്റെ. നിങ്ങളുടെ ഓണറിന്റെ വീട്ടിൽ ഞാനാ പത്രം ഇടുന്നത്. നീ സ്റ്റുഡന്റ് അല്ലേ? ഇല്ലല്ലോ, അച്ഛൻ മറന്നില്ലല്ലോ. ചിന്നുമോള് തോറ്റു. ചിന്നുമോൾ അച്ഛൻ തോൽപ്പിച്ചല്ലോ. എന്റെ മോളാ LKG-ലാ. മഴ കാണത്തല്ലേ? പിണക്കത്തിലാ. പത്രപരിപാടികൾ മാത്രമല്ല എനിക്ക്, അല്ലറ ചില്ലറ കച്ചവടമൊക്കെ ഉണ്ട്. മെച്ചമൊന്നും ഉണ്ടായിട്ടല്ല, രേഖയ്ക്ക് മരുന്ന് തീർന്നു. എന്റെ ഭാര്യ, മോളുടെ അമ്മ. ഈ ഓട്ടത്തിൽ പലപ്പോഴും ഞാനതങ്ങ് മറക്കും. അവസാനം ഞാൻ കണ്ടെത്തിയൊരു മാർഗം, ഒരു മത്സരം, മോളും ഞാനും തമ്മിൽ. ആരാദ്യം മരുന്നിന്റെ കാര്യം ഓർക്കും? സമ്മാനമൊന്നുമില്ല, ചുമ്മാ ഒരു ജയവും തോൽവിയും, അത്ര തന്നെ. അപ്പൊ ഭാര്യക്ക് നല്ല മഴയല്ലേ? ഇതുപോലൊരു മഴ എടുത്തതാ അവളെ 1.5 കൊല്ലം മുമ്പ്. ഒരു പെരുമഴയത്ത് ഉമ്മറത്തിരിക്കുകയായിരുന്നു അവള്. കൺമുന്നിലൂടെ ചീറിപ്പാഞ്ഞു പോയൊരു മിന്നല്. ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോ പൊള്ളിപ്പഴുത്ത ശരീരം ഏതാണ്ട് കരിമ്പച്ച നിറത്തില്, കൈവിരലുകൾ കനല് നിറത്തില്. അവളെയും താങ്ങിപ്പിടിച്ചോടി. ഒരു ഹൃദയതാളത്തിൽ മാത്രം ചലിച്ച് ഇവളുടെ 3-ാം വയസ്സിൽ അവള് കിടപ്പായി. പക്വതയില്ലാത്ത കാലത്ത് വീട്ടുകാരും വെറുപ്പിച്ച് അവളെയും കൊണ്ട് ഒളിച്ചോടി. എന്നാലും ഞാൻ മരുന്നൊന്നും മുടക്കാറില്ല. അവളുടെ നിലയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും എന്തോ പ്രതീക്ഷിച്ച് ഞാനും എൻ്റെ മോളും. മോളെ ചിന്നുകുട്ടി, അച്ഛൻ തോറ്റു. അയ്യോ, അത് പറ്റില്ല. ഈ മാമന് ചിന്നുമോളുടെ ഒരു പാട്ട് കേൾക്കണോ? അച്ഛൻ എന്നെ പറ്റിക്കൊന്നും വേണ്ട, ഞാൻ മാമന് പാടിക്കൊടുത്തോളാം. ശരി. ഇവിടെ മതി. ചിന്നുമോളെ പോട്ടെ. ടാറ്റാ. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു. എന്ത് സന്തോഷമുള്ള മനുഷ്യൻ. സ്നേഹം വേണ്ടുവോളം ഉണ്ടായിട്ടും വിധിയുടെ പ്രശ്നങ്ങൾ അവിടെയും. ഞാൻ കാട്ടാൻ തുനിഞ്ഞ തെറ്റ്. ദൈവമേ, നന്ദി. കള്ള നായിന്റെ മോനെ, നമ്മൾ ഇന്നോട് പറഞ്ഞിട്ടില്ലേടാ കായ് തരാത്ത ഐക്കെടുക്കാൻ വന്നേക്കല്ലെന്ന്. ഹാമുക്കെ ആനക്ക് ഓസിന് പണിയെടുത്ത് തരാൻ എന്റെ മാപ്പാന്റെ കാര്യമൊന്നല്ലടാ. പുണ്യത്തിന് വേണ്ടി അക്ബർ പണിയെടുത്ത പട്ടിണിയാവുന്ന എന്റെ കുട്ടികളാ. പറ്റില്ല, എനിക്ക് എന്റെ സൈക്കിൾ വേണം. കാശ് ഞാൻ തരും. എന്നാ ആദ്യം കായ് അടിക്കണം നമുക്ക്, എന്നിട്ട് വായിട്ടടിച്ച് എന്റെ സൈക്കിളും കാടോ കൊന്നാടാ നമുക്ക്. വരാണ്ടിരിക്കാനേ അടിയിൽ ട്രൗസർ പുറത്ത് ചീഴി കൊടുത്തിട്ടാ ഞാൻ നടക്കുന്നത്. സാറ് ഹീറോ കളിക്കാതെ മാറിക്ക സാറേ. ഇപ്പൊ താൻ എന്താടോ ഈ പറയുന്നത്? ഒന്നാം തരം ചതിയനാണ്.
3 പഞ്ചറിന്റെ കാര്യം ഓഞ്ചി തരാനുള്ളത് അത് തരാട്ടോ മുങ്ങിയെടുക്ക. അതിന് കുട്ടിയെ തല്ലിയാണോ ചെയ്യേണ്ടത്? ഇയാളെന്ത് കോപ്പായി പറയുന്നത്? ഞമ്മള് നക്കാപ്പിച്ച കൈ കൂട്ടിക്കടിച്ച് ജയിക്കുന്നവനാ. ചെയ്ത ജോലിന്റെ കാര്യം നമ്മൾ ചോദിച്ചേ, അല്ലാണ്ട് ഉമ്മനെ കെട്ടിച്ച കുട്ടിക്കോളം പന്നി. താൻ അധികം സംസാരിക്കണ്ട. എനിക്ക് എത്ര കാശ് വേണം? 17 റുപ്യ. പോട്ടെ മോനെ, സാരല്ല കേട്ടോ. എടുത്തോണ്ട് വയ്ക്കും. മാറിക്കോ. ദാ മോനെ. ചെല്ല്. എന്താണ് കരിമ്പൂത്ത പോലെ നോക്കി പോയി പണിയെടുക്കടാ പന്നി. ആ എന്താ ശ്യാം, മൂവി കഴിഞ്ഞോ? ഓ, ഒരു മൂടും ഇല്ലായിരുന്നു. ഡോക്ടർ, ആ പോയതാരാ? ആ അറിയില്ലേ, ഉസ്മാൻ, സയ്യിദ് ഉസ്മാൻ. ഗസൽ? യെസ്, ഗസൽ രാജാവ് സയ്യിദ് ഉസ്മാൻ. 6 മാസങ്ങളായിട്ട് എന്റെ കൺസൾട്ടേഷനിലായിരുന്നു. ഓ. ഇപ്പൊ അഡ്മിറ്റ് ആവാൻ സമയമായി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തൊട്ടുപോകരുത്. നാളൊരു പട്ടിയെ പോലെ പിന്നെ എന്റെ പുറകെ വരാൻ. സിജോ, വാ പോവാം. കയ്യിലെടുപ്പിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴൊട്ടും മാറിയിട്ടില്ല അല്ലേ? പോടാ അവിടുന്ന് പന്നി. നോക്കൂ അക്ബർ, ഇവിടെ അക്ബർ ചേർന്നു, താഴെ 2 പേർ. ഇപ്പൊ 2000 രൂപ അക്ബറിന് കിട്ടും. താഴെ താഴെ ഓരോരുത്തരും 2 പേരെ വീതം ചേർക്കും. അപ്പോ വീണ്ടും 2000 രൂപ കിട്ടും. പിന്നെ 4000, പിന്നെ 8000. അങ്ങനെ ആഴ്ചയിൽ 5000 രൂപ വരെ കിട്ടും. മുടക്കുന്നതോ വെറും 5000. പോയി പണിയെടുക്കണം അമ്മേ. അപ്പോ ആളുകൾ ചേരുവല്ലേ? ഇന്നലെ ചേർന്ന എന്റെ കീഴെ 8 പേരായി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ആ, എണീറ്റിട്ട് പത്രം വായനയും തുടങ്ങിയോ? ഞാൻ താമസിച്ചു. നീ എപ്പോഴാ പോയെ? ഞാനും താമസിച്ചു. പോകാൻ നേരം നിന്നെ വിളിച്ചു. നീ ഭയങ്കര ഉറക്കമായിരുന്നു. ആ, പിന്നൊരു കാര്യമുണ്ട്. നാളെ 1-ാം തീയതിയാ. 1-ാം തീയതി എന്താ? ആ, December 1 അല്ലേ? എല്ലാ കൊല്ലവും ഉണ്ട് വേൾഡ് എയ്ഡ്സ് ഡേ. അതിനും ആഘോഷവും? ആ, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്രാവശ്യം ഡോക്ടറിന്റെ പുസ്തകം എന്തോ പ്രകാശനം ചെയ്യുന്നുണ്ട്. ആ, അതുകൊള്ളാലോ. വാ, നമുക്ക് റൂമിലേക്ക് പോവാം. ഓക്കെ. ആ, താൻ ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എവിടെല്ലാം അന്വേഷിച്ചു. വാക്കിങ്ങിന് വരുന്നില്ലേ? ഞാനില്ല. വാടോ. ദ ഗ്രേറ്റ് ഗസൽ രാജ സയ്യിദ് ഉസ്മാൻ. പുറം ലോകത്തിന് അറിയില്ല എൻ്റെ അവസ്ഥ. റോഡിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞ അത് വേണ്ട, തമ്പിക്കും. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ.
മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഇന്റർനെറ്റിൽ പണത്തിന്റെ കൃഷി. അത് വെറും 5000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്പാദിക്കാം. ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഒരാള് 2 ആളെ ചേർക്കണം, ആ 2 ആള് മറ്റു 2 ആള്, അപ്പൊ 2000 രൂപ കിട്ടും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മറ്റൊരു 2000. ഓക്കെ? അങ്ങനെ കഴിഞ്ഞു. ഈ ഇലക്ട്രിക് ബോക്സ് തന്നെ ഇങ്ങനെ ആടി ആടി നിൽക്കുക. പിന്നെയാണ് നിന്റെ പീസ്. ഒന്ന് പോകത്താറേ. കൊച്ചേ, അതിന്റെ അടുത്തൊന്നും പോകരുത് കേട്ടാ, കറണ്ട് അടിക്കും. കാന്താരി. നിങ്ങൾക്ക് എന്താ നോക്കി ഓടിച്ചൂടെ? പഠിക്കാൻ ഇറങ്ങിയാ പോരെ. എന്തോ പറ്റിയ മോനെ. ചോര വരുന്നുണ്ടല്ലോ. ചോരയാന്ന്. എത്രയായി? 100 രൂപ. എന്താ ഏട്ടാ? പൈസയും വേണ്ട, ഒന്നും വേണ്ട. ആളെ വിട അണ്ണാ. രാവിലെ വേർത്തമാറി ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്തന്നെ. ഓക്കെ. എന്തായാലും കൊള്ളാം. സഹായിക്കാൻ വന്നവരെ നീ എന്തിനാ തള്ളി മാറ്റിയത്? കൈ അപ്പടി ബ്ലഡ് ആയിരുന്നടാ. വെറുതെ എന്തിനാ? ഹും. ശ്യാം, എന്നാ കുടിക്ക്. അതല്ല വിഷയം. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു പയ്യൻ സൈക്കിൾ വർക്ക്ഷോപ്പിൽ വഴക്കുണ്ടാക്കിയ കാര്യം. അവനെ ഞാൻ ഇന്ന് കണ്ടിരുന്നു. ഫെദർ ടച്ച് വരെ അവനെന്നെ ഫോളോ ചെയ്തു. അവനെല്ലാം മനസ്സിലായി. അതിനെന്താണ്? അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നോ ചേഞ്ച് ഇൻ അവർ ലൈഫ്. അല്ല, നോ ചാൻസ് ഇൻ അവർ ലൈഫ്. അങ്കിൾ, അങ്കിൾ, അങ്കിളിന് എന്നെ ഓർമ്മയുണ്ടോ? 2 ദിവസം മുമ്പ് സൈക്കിൾ ഷോപ്പിൽ വെച്ച്. 2 ദിവസമായി ഞാൻ അങ്കിളിനെ നോക്കി നടക്ക. ഇത് തരാനായി. ദാ. എന്താ മോന്റെ പേര്? ആൽബിൻ. അങ്കിൾ ഇതുവഴി എന്ന് നടക്കാറുണ്ടല്ലേ? ചിലപ്പോഴൊക്കെ. നീ വാ. അങ്കിളെ, കൈ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? ഏയ്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ആക്സിഡന്റ് ഞാനും കണ്ടായിരുന്നു. പിന്നെ അങ്കിൾ ഫെദർ ടച്ചിലാ താമസം അല്ലേ? അല്ല, നിനക്ക് എന്താ വേണ്ടേ? അല്ല, എന്നെയും സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഫെദർ ടച്ചിലേക്ക്. എന്തിന്? ഞാനും ദീനക്കാരനാ അങ്കിളെ. എയ്ഡ്സ് ഇല്ലാത്ത ഒരു എയ്ഡ്സ് രോഗി. അങ്കിൾ കയറിക്കോ, ഞാൻ ഫെദർ ടച്ചിൽ ഇറക്കാം. അല്ല, ഒരു കൈ കട്ടപ്പുറത്തായതുകൊണ്ട് പറഞ്ഞതാ. മോൻ വാ. ഈ ലേക്കിനരികെ എന്റെ വീട്, സ്കൂൾ ഇക്കരയും. ഈ സൈക്കിളിന് എന്നും എന്തേലും പണിമുടക്ക് കാണും. നമ്മുടെ അക്ബറൊക്കെ ഇല്ലേ സൈക്കിൾ ഷോപ്പ് നടത്തുന്ന, പുള്ളിക്കാരൻ പറയുന്നത് ഇനി പഞ്ചറൊട്ടിക്കാൻ 2 ടയറിലും 1 ഇഞ്ച് പോലും സ്ഥലമില്ലെന്ന്. നിനക്കിതങ്ങ് മാറ്റിക്കൂടെ? നടക്കില്ല അങ്കിളെ. വല്യച്ഛന്റെ വീട്ടിലാ ഞാൻ നിക്കണത്. മോന് CBSE ഫീസ് അടയ്ക്കാൻ തന്നെ വല്യച്ഛൻ കാർ ഓടിച്ച് കിട്ടുന്നത് തികയുന്നില്ല. ഇത് വിറ്റാ പിന്നെ പുതിയൊരെണ്ണം പ്രതീക്ഷിക്കണ്ട. സ്കൂളിൽ പോകാതിരിക്കാനും പറ്റില്ല. എനിക്ക് പഠിക്കണം മകളെ. ഞാൻ പിന്നെ പുതിയൊരു സൈക്കിൾ വാങ്ങാൻ കുടുക്ക കൂട്ടുന്നുണ്ട്. അങ്കിളെ,
ദാ ഇത് പിടിച്ചേ. ഏയ് വേണ്ടടാ, നീ തന്നെ വെച്ചോ, നിന്റെ കുടുക്കേടാലോ. നല്ല കഥ. അങ്കിളിന് കാശ് തരാൻ കുടുക്ക പൊട്ടിച്ചാ ഞാൻ ഇതെടുത്തേ. പോട്ടെ അങ്കിളെ. ഏയ്